ഹലോ കൂട്ടുകാരെ, വളരെ പെട്ടെന്ന് ശീമച്ചക്ക സ്റ്റ്യൂ തയ്യാറാക്കിയെടുക്കാം. ഒരു ശീമച്ചക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ തണ്ടും കട്ട് ചെയ്തതിന് ശേഷം രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ കട്ടിയുള്ള ഭാഗങ്ങളും കൂടെ കളയുന്നുണ്ട്. കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. അത് 10 മിനിറ്റ് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച് കഴുകിയെടുക്കാം. ഇനി ഒരു മുറി തേങ്ങ തിരികെയെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. 1/4 പാലടിച്ച് മാറ്റി വയ്ക്കാം. 2ഉം 3ഉം പാലെടുത്തതിന് ശേഷം അത് കുക്കറിലോട്ട് അരിച്ചൊഴിക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ശീമച്ചക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് അടച്ച് വേവിക്കാം. ഒറ്റ പീസിൽ കേട്ട ഉടനെ തീ ഓഫാക്കാം. അതിൻ്റെ വെയിറ്റ് സ്വല്പം പൊക്കി പ്രഷർ കളയാം. ഇതുപോലെ കളഞ്ഞതിന് ശേഷം ഇറക്കി വെച്ച് പാലൊഴിക്കാം. മാറ്റി വെച്ചിരുന്ന തേങ്ങാപ്പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പോ പഞ്ചസാരയോ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശീമച്ചക്ക സ്റ്റ്യൂ തയ്യാറായി കഴിഞ്ഞു.